വി ഡി സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച കോൺഗ്രസ് നേതാവാണ് VM സുധീരൻ. മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാവുകയും തീരുമാനം നീണ്ടുപോവുകയും ചെയ്ത ഘട്ടത്തിൽ ഹൈക്കമാൻഡ് അവസാനം സുധീരൻ ഉൾപ്പെടെ നേതാക്കളെ വിളിപ്പിച്ച് അഭിപ്രായം തേടിയിരുന്നു. അന്ന് സതീശന് അനുകൂല നിലപാടാണ് സുധീരൻ സ്വീകരിച്ചത്. കേരളത്തിലെ ജനവികാരം ഉൾപ്പെടെ ഹൈക്കമാൻഡിനെ കൃത്യമായി ബോധിപ്പിക്കുന്നതിൽ സുധീരൻ അന്ന് വിജയിച്ചു. അങ്ങനെ സുധീരൻ സതീശൻ സഖ്യം രൂപപ്പെട്ടു. എന്നാൽ അടുത്തിടെ സർക്കാരിന്റെ മദ്യ കരിമണൽ നയങ്ങളിൽ ശക്തമായ എതിർപ്പാണ് സുധീരൻ രേഖപ്പെടുത്തിയത്. അതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സതീശനത് ചെവിക്കൊണ്ടില്ല. കൂടാതെ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിലും ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഇതോടെ സതീശനും സുധീരനും തമ്മിൽ മാനസികമായ അകൽച്ച ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ഇപ്പോൾ ഈ അകൽച്ച മുതലെടുത്ത് സൈബർ പ്രചരണം നടത്തുകയാണ് ചിലർ. കഴിഞ്ഞ ദിവസം സുധീരന്റേതെന്ന പേരിൽ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പോസ്റ്റർ ഫേസ്ബുക്കിലൂടെ പ്രചരിച്ചു. വകുപ്പുകളുടെ ഏകോപനമില്ല, കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ വൺമാൻ ഷോ പ്രകടനം, കൂടുതൽ നീണ്ടുപോകില്ലെന്ന മുന്നറിയിപ്പുമായി VM സുധീരൻ എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. എന്നാൽ സുധീരൻ അങ്ങനെയൊരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ ഈ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. അത് സതീശനും സുധീരനും തമ്മിൽ നിലവിലുള്ള ശീതസമരം കൊഴുപ്പിക്കാൻ ആരോ ചെയ്തതാണ്. അത് മനസ്സിലാക്കി വിഷയത്തിൽ ഉടനടി പോലീസിനെ കൊണ്ട് നടപടിയെടുപ്പിച്ചിരിക്കുകയാണ് സുധീരൻ. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്തയച്ചു. താൻ പറയാത്ത കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ വ്യാജമായി പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു പരാതി. മുഹമ്മദ് ഖലീൽ എന്ന പ്രൊഫൈലിലൂടെയാണ് വ്യാജ പോസ്റ്റ് പ്രചരിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. മുഹമ്മദ് ഖലീൽ എന്ന പ്രൊഫൈലിലൂടെയാണ് പോസ്റ്റ് പ്രചരിച്ചതെന്ന് പോലീസും കണ്ടെത്തിയിട്ടുണ്ട്. അക്കൗണ്ട് ഉടമയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ട കേസായതിനാൽ പോലീസിന് നിസ്സാരമായി കാണാനാകില്ല. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ് സുധീരൻ ചെന്നിത്തലയ്ക്ക് കത്തെഴുതിയതും ചെന്നിത്തല ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നതും. കാരണം സതീശനുമായി സുധീരന് പ്രശ്നങ്ങളുണ്ടെന്ന കാര്യം കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യമുള്ള സാഹചര്യമാണ്. ആ സമയത്ത് തന്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരായ വ്യാജ പ്രസ്താവനകൾ പ്രചരിപ്പിക്കപ്പെടുകയും അതിനെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ തനിക്ക് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് സുധീരനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉടനടി തന്നെ ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത് എന്ന് വ്യക്തം. ഇക്കാര്യത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് സുധീരന്റെ ആവശ്യമാണ്. എന്തായാലും UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ നടന്ന സൈബർ ആക്രമണങ്ങളിൽ നിരവധി കേസുകളാണ് ഇതിനോടകം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് കമന്റ് ഇട്ട ആൾക്കെതിരെ പോലീസ് കേസെടുത്തത് വൻ വിവാദമായിട്ടുമുണ്ട്.